ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഓൾറെഡി ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കാർഡ്ബോർഡിൻ്റെ ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ബോക്സിൻ്റെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിതുപോലത്തെ കട്ടിയുള്ള ഒരു പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിൽ ഫുള്ള്, അതായത് നമ്മുടെ ബോട്ടിലെ ഫ്രണ്ട് സൈഡിലും രണ്ട് സൈഡിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോളൊക്കെ തീർന്നു തുടങ്ങി. എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഇരിക്കുന്ന ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഫെവിക്കോളൊന്നും ഇല്ല, ഇനി എല്ലാം വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഒട്ടിക്കുമ്പോൾ ഇതുപോലത്തെ 3 സ്റ്റിക്കുകൾ ഒട്ടിക്കണം. നമ്മുടെ സൈഡിൽ ഒട്ടിക്കുമ്പോൾ 2 സ്റ്റിക്കുകൾ മതി. അപ്പോൾ സ്റ്റിക്കുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ പേപ്പറുകൾ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ക്ലേ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സും ലീഫുകളും എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേയധികം ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ റോൾ ചെയ്തെടുത്തിരിക്കുന്നതിനെ ഇതുപോലെ മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡുകളൊക്കെ വല്ലാതെ ആവുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ലീഫിൻ്റെ ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റ് ആ ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ കുറേയധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ വീണ്ടും കുറേ റോൾസുകൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ഇതിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു മാർക്കർ പെന്നിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കുക. ഇതുപോലെ മാർക്കർ പെന്നിൻ്റെ ടിപ്പിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക.
നല്ലൊരു ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ അറ്റമൊക്കെ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കണം. അതിന് വേണ്ടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കതിനെ നടുക്കായിട്ട് ചെറിയ ചെറിയ ബോൾസ് കൂടെ വെച്ച് കൊടുക്കാം. നമ്മളുടെ ഫിനിഷിംഗ് ലുക്ക് ഇതാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ പരത്തി കുറേ ക്ലേസ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പെറ്റൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫ്ലവേഴ്സിന് നല്ലൊരു വലുപ്പം കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് റോൾ ചെയ്ത് കുറേ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഷേപ്പ് ആകാൻ വേണ്ടി ഓരോ പെറ്റൽസിലും നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് കുറേയധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ഫ്ലവേഴ്സും ലീഫുകളും എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എല്ലാ ഫ്ലവേഴ്സും ഒന്ന് മിക്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചെടുക്കാം. പിന്നെ നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്ലവേഴ്സിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് റോസ് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലീഫുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിലേക്കായിട്ട് നമുക്ക് ലീഫുകൾ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് ലീഫുകൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൽ കളർ അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മെറൂൺ കളറും വൈറ്റ് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മെറ്റാലിക് കളറാക്കി എടുത്തിരിക്കുകയാണ്. ഈ വൈറ്റ് കളറ് ഇച്ചിരി മെറ്റാലിക് കളർ കൂടിയ കളറാണ്. അപ്പോൾ ഏകദേശം ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ കോഫി കളറാക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ ആ കളർ എനിക്ക് കിട്ടിയില്ല. ഒരു ലൈറ്റ് ഓറഞ്ച്, ഡാർക്ക് മെറ്റാലിക് ഓറഞ്ച് കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിൽ ഫുള്ള് അടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവേഴ്സിനും ലീഫിനും ഒക്കെ കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ റോസ് ഫ്ലവറിന് റോസ് കളർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് കളർ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സിന് ലൈറ്റായിട്ടൊന്ന് ഓറഞ്ച് കളർ അടിച്ചതിന് ശേഷം നടുഭാഗത്തേക്കായിട്ട് നമുക്ക് യെല്ലോ കളർ കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലീഫുകൾക്ക് ഓരോന്ന് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലീഫുകൾക്ക് എല്ലാം ഈ ലൈറ്റ് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചറൊക്കെ ചെയ്തിട്ടില്ലേ ലീഫിൻ്റെ, അതൊക്കെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണും. അപ്പോൾ നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലീഫുകൾക്ക് എല്ലാം കളർ അടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു മെറ്റാലിക് എഫക്റ്റ് കിട്ടാനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡൻ്റെ പൗഡർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിനും നമ്മുടെ ലീഫുകൾക്കും ഒക്കെ ഒരു നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഞാനിത് കയ്യിലിരുന്നുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് ടച്ച് ചെയ്തെടുക്കണം. ഫ്ലവേഴ്സിലും ലീഫിലും അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ ഭാഗങ്ങളിലും എല്ലാമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫിനിഷിങ് ലുക്ക്. പക്ഷെ എനിക്ക് ഈ ലുക്ക് ഒട്ടും ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് ഞാൻ തമ്പനയിലിൽ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലായിട്ടാണ്. എനിക്ക് പിക്ചറൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കിന് കുറച്ചൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ.